നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 2024 മെയ് മാസത്തിലെ വ്യാഴൻ്റെ മാറ്റം, മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കുള്ള മാറ്റം 12 രാശികളിലെ 27 നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു? അനുകൂലമായിട്ടും അത്ര അനുകൂലമല്ലാത്ത രീതിയിലും അത് സ്വാധീനിക്കാം. അത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വിശകലനമാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയ ആചാരപ്രകാരം എല്ലാ എപ്പിസോഡിലും പറയാറുള്ളത് പോലെ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. ദേവതാ തൃപ്തി കൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. അതുപോലെ തന്നെ അനുകൂലമല്ലാത്ത ഫലങ്ങളിൽ ആ ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാനും പ്രാർത്ഥന കൊണ്ട് സഹായിക്കുമെന്നും അനുകൂലമല്ലാത്ത ഫലങ്ങളെ അനുകൂലമാക്കി എടുക്കുവാൻ പോലും കഴിയും ദേവതാ തൃപ്തി കൊണ്ട് എന്നുള്ളതാണ് ഭാരതീയ വിശ്വാസം. ഈ ഭാരതീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളവർക്കായിരിക്കും ഈ പ്രോഗ്രാം ഏറെ ഇഷ്ടപ്പെടുക. ഭക്തി സമർപ്പണം കൊണ്ട് മനസ്സിന് സമാധാനവും ജീവിതത്തിൽ സന്തോഷപൂർണമായിട്ടുള്ളൊരു ജീവിതവും ലഭിക്കും എന്നുള്ള ആചാര്യ വചനം മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം എല്ലാ വാരങ്ങളിലും ഇവിടെ പ്രസൻറ്റ് ചെയ്യാറ്. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡാണ് നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴൻ്റെ മാറ്റം എങ്ങനെയാണ് 12 രാശികളെയും ബാധിക്കുക. അതുപോലെ വിഷുഫലം, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാത്ത, വിഷുവിന് ശേഷമാണ് ഈ ഫലം വരുന്നത്. അതുകൊണ്ട് വിഷുഫലമായിട്ടും ഇത് കരുതാവുന്നതാണ്. വിഷുഫലം പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. സാധാരണഗതിയിൽ വിഷുഫലത്തിനൊരു ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയും, അതായത് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയും, പിന്നെ വിഷുഫലത്തിന് കേരളത്തിൽ ചില പ്രത്യേക രീതികളുണ്ട്, ആ രീതിയിലും അവതരിപ്പിക്കാറുണ്ട്. ഇവിടെ ഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വ്യാഴൻ്റെ മാറ്റം, മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കുള്ള മാറ്റം എന്ന് പറയുമ്പോൾ മറ്റെല്ലാ ഗ്രഹങ്ങളെയും പരിഗണിക്കുന്നുണ്ട്. രാഹു കേതുക്കൾ, രാഹു മീനം രാശിയിലാണ്, അതുപോലെ കേതു കന്നി രാശിയിലാണ്, ശനി കുംഭം രാശിയിലാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വ്യാഴൻ്റെ രാശി മാറ്റം, അതിൻ്റെ ഫലങ്ങൾ പറയുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. നേരത്തെ പറഞ്ഞതുപോലെ പരിഹാരത്തിനാണ് പ്രാധാന്യം, സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം കാണേണ്ടത് എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. സമർപ്പണ മനോഭാവത്തോടെ എല്ലാ ദിവസവും പ്രാർത്ഥന, ജപ, ധ്യാനാദികളും ക്ഷേത്ര ദർശനവും മനസ്സിന് സമാധാനവും സന്തോഷവും നമ്മുടെ പ്രവൃത്തികളിൽ, അതായത് നമ്മുടെ ആക്ടിവിറ്റീസിനെ ഊർജ്ജസ്വലമായി ഓപ്റ്റമിസ്റ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ പ്രാർത്ഥന സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എല്ലാവരും പറയാറുണ്ട് സാധാരണ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. അത് തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇസ് ഫിസിയോളജിക്കൽ. ആസ് യു നോ, മനസ്സെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് കെമിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഇത്രയധികം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ, അതായത് നമ്മുടെ മനസ്സിന് വരുത്തുവാൻ കഴിയുമെങ്കിൽ ആ പ്രാർത്ഥന സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ജീവിതത്തിനൊരു ലക്ഷ്യബോധമുണ്ടാകും, ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകും, ജീവിതം സന്തോഷകരമായിട്ടും സമാധാനപൂർണമായിട്ടും അതുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ പ്രോഗ്രാം കാണേണ്ടത് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ഈ രാശി വ്യാഴൻ്റെ മാറ്റം വരുമ്പോൾ വ്യാഴൻ്റെ മാറ്റം മാത്രമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വളരെ അനുകൂലമായിട്ടുള്ളൊരു മാറ്റമാണ് വ്യാഴൻ്റേത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതായത് ജന്മരാശിയിൽ നിന്നും 2ലേക്ക്, അതായത് ധനം, വാക്ക്, കുടുംബ, വിദ്യാസ്ഥാനത്തിലേക്ക് വ്യാഴൻ മാറുന്നു എന്നുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ദൃശ്യമാകുന്ന ഒരു കാലമായിരിക്കും അടുത്ത 12 മാസങ്ങൾ എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി എന്ന് പറയുമ്പോൾ ഫൈൻ മോർണിംഗ് എല്ലാം ഇങ്ങോട്ട് വരികയും നമ്മുടെ ബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങുകയും എല്ലാം അങ്ങനെയല്ല, വളരെ ക്രമേണ ആയിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ അനുഭവേദ്യമാകുക എന്നുള്ള കാര്യം അറിയാം. അതുപോലെ ജാതക
ജാതകത്തിൽ അടിസ്ഥാന ജാതകത്തിലെ ശക്തി വളരെ പ്രധാനമാണ്. അവിടെ വ്യാഴൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നടക്കുന്ന ദശാപഹാരങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പഴയ ബാധ്യതകളുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച എന്ന് പറയുമ്പോൾ ബാധ്യതകൾ പരിഹരിക്കുവാനുള്ള ചില മാർഗങ്ങൾ തെളിഞ്ഞു വരും. എപ്പോഴും നമ്മുടെ പ്രയത്നം അത്യാവശ്യമാണ്. എത്ര നല്ല സമയം വന്നാലും കുട്ടി പഠിക്കാണ്ട് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി എന്ന് പറയുന്നത് പോലെ നമ്മുടെ എഫേർട്ട് വളരെ, അത് വെറും എഫേർട്ടല്ല, വെറുതെ ഒരു എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. ഇൻ്റലിജൻറ്റ് എഫേർട്ട് എന്ന് പറയും, ബുദ്ധിപരമായിട്ട്. അതാണ് നമ്മൾ പണ്ട് ആചാര്യന്മാർ പറയാറുണ്ട്, കാരണവസ്ഥാനീയരുടെ അനുഗ്രഹം വാങ്ങണം, ഉപദേശം വാങ്ങണം. കാരണവസ്ഥാനീയർ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് പീപ്പിൾ ഇൻ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആചാര്യസ്ഥാനീയരുടെ അനുഗ്രഹം വാങ്ങണം, ആ ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുടെ അനുഗ്രഹം, ഉപദേശം വാങ്ങണം എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് അല്പം മെച്ചമാകുന്ന ഒരു വർഷമായിരിക്കും വരുന്ന വർഷം, അതായത് വരുന്ന 12 മാസം എന്നറിയുക. അതുകൊണ്ട് തന്നെ ജോലിയുള്ളവർക്ക് കുറച്ചുകൂടി നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ ജോലിയിലൊരു പ്രൊമോഷനോ ശമ്പള കൂടുതലോ ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ജോലിയൊക്കെ തരപ്പെടും. MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് സഡനായിട്ട് ഇങ്ങനെ എമേർജ് ചെയ്യും. യു ഷുഡ് ബി വെരി അലേർട്ട് എന്നുള്ളതാണ്. അപ്പോൾ എമേർജ് ചെയ്യും, അതിനായിട്ട് അപ്ലൈ ചെയ്യുക. ഏത് ഇൻ്റർവ്യൂവിന് കോൾ ലെറ്റർ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുക. സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ് എഫേർട്ട് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു കാലമാണ്. ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദൂരദേശത്തും വിദേശത്തും ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ വർഷങ്ങളായി തടസ്സം വന്നിരുന്നവർക്ക്, അതായത് ചൊവ്വാദോഷം, രാഹുദോഷം, ഇങ്ങനെയുള്ള ദോഷങ്ങൾ ജാതകത്തിൽ ഉണ്ടാകുക എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി കൊണ്ട് വിവാഹം എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ വൈകി വരുന്നു എങ്കിൽ അതിനൊരു പരിഹാരം വരുന്ന 12 മാസത്തിനകം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രമിക്കുക. ജോലിയുള്ളവർക്ക് ഫേവറബിൾ ട്രാൻസ്ഫേഴ്സ് വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ വീട് വാങ്ങുക, അല്ലെങ്കിൽ പുതിയൊരു വസ്തു വാങ്ങുക, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ സാധ്യത ഏറെയുള്ള വർഷമായിരിക്കും എന്നറിയുക. അതുപോലെ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുക, പുതിയ വാഹനം വാങ്ങുക, അതിനാവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിക്കുക, ഇങ്ങനെയുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളും കാണുന്നുണ്ട് ഗ്രഹസ്ഥിതിയിൽ എന്ന് പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളിലും വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകും. അനുകൂലമായിട്ടുള്ളൊരു സമയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകും. അനുകൂലമായിട്ടുള്ള കാലം നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ടും അനുകൂലമാക്കാം എന്നുള്ളതാണ്. അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ വെറുതെ ഇരുന്നാൽ എല്ലാം ഇങ്ങോട്ട് വരും എന്നുള്ളൊരു ധാരണ വേണ്ട. മറ്റു എല്ലാം വേരിയബിൾസാണ്, പല ഫാക്ടേഴ്സ് നമ്മളുണ്ടാവും, നമ്മളൊക്കെ പരിഗണിക്കാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ട്യൂഷന് പോകുന്നു, നല്ലൊരു ട്യൂഷൻ മാസ്റ്ററാണ്, ബെറ്റർ മാർക്സിനാണെങ്കിൽ നമ്മുടെ എഫേർട്ട് വേണം. ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഏത് രീതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്, നമ്മുടെ ഇൻ്റലക്ച്വൽ കണ്ടൻറ്റ് വെച്ചിട്ടുള്ള പ്ലാൻ സ്റ്റഡിയാണ് ആവശ്യം. എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള പ്ലാനിങ് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ വർഷം വരുന്ന 12 മാസം വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോവുക. കടമുള്ളവർക്ക് കടം കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. പുതിയ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ, ചിട്ടിയോ അതൊക്കെ തരപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അത് മനസ്സിലുണ്ടായിരിക്കണം. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുകയും പ്രണയം വിവാഹത്തിലെത്തുവാനും മനസ്സിനിഷ്ടപ്പെട്ട ജീവിത പങ്കാളിയൊക്കെ വന്നു ചേരുവാനും ഭാഗ്യമുണ്ടാവും. ഈ രാശിനാഥൻ ചൊവ്വയാണ്. ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ഭദ്രാംബിക സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും നീങ്ങും. ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തടസ്സമില്ലാതെ വരും. നേരത്തെ പറഞ്ഞു, ജാതകത്തിൽ ചൊവ്വാദോഷം രാഹുദോഷം ഉണ്ടെങ്കിൽ സർപ്പപ്രീതി, ചൊവ്വാപ്രീതിയൊക്കെ പ്രത്യേകം വരുത്തേണ്ട കാലമാണ്. കർമ്മഭാവത്തിന്, അതായത് ജോലിയുടെ സ്ഥാനത്തിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ടതാണ്. ലാഭസ്ഥാനം, ബിസിനസ്സുകാർക്ക് ലാഭസ്ഥാനമാണ്. അപ്പോൾ ജാതകത്തിൽ ചിലപ്പോൾ ലാഭസ്ഥാനാധിപൻ 12 അതൊരു സ്ഥാനത്ത് മറിയുക അങ്ങനെയുള്ള അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും പരിഹാരം വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുന്നതുകൊണ്ട് വരുന്ന 12 മാസങ്ങൾ എന്ന് പറയുന്ന ജീവിതത്തിലെ നല്ലൊരു ഫൗണ്ടേഷനും നല്ലൊരു അടിസ്ഥാനമിടാനും ഉയർച്ചയ്ക്ക് ഭാഗ്യവും വരുന്ന കാലമാണെന്ന് പ്രത്യേകിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഒരു ദിവസം പോലും പ്രാർത്ഥന ജപം മുടക്കരുത്, ഭദ്രാംബിക സ്തോത്ര ജപം മുടക്കരുത് എന്നുള്ള കാര്യവും മനസ്സിൽ ഓർത്തുകൊണ്ട് സന്തോഷമായിരിക്കും. ഇടവം രാശി, കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
തരക്കേടില്ലാത്ത ഒരു 12 മാസങ്ങൾ എന്ന് പറയാവുന്നതാണ്. തരക്കേടില്ലാത്ത എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബാധ്യതയൊക്കെ കടമൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട്, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആ കടം ഒക്കെ വലിയ പ്രയാസങ്ങളില്ലാതെ മാനേജ് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും എന്നുള്ളത്. ജന്മവ്യാഴൻ അത്ര നല്ലൊരു കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല ശനിയുടെ സ്ഥിതിയും പൂർണ്ണമായിട്ട് നമുക്ക് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് കാര്യങ്ങളിൽ നമ്മുടെ എഫേർട്ടിലൊക്കെ ഒരു തടസ്സം ആദ്യം ഒന്ന് വരാം. ആദ്യം തടസ്സം വരുന്നതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. മാസങ്ങൾ മുന്നോട്ട് പോകും തോറും ആ തടസ്സങ്ങൾ കുറയുവാനായിട്ട് പ്രാർത്ഥന സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ ആദ്യം ദൈവാധീനക്കുറവ് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദൈവാധീനക്കുറവ് പരിഹരിക്കുന്നതുകൊണ്ട് നമ്മുടെ വരുമാനത്തിലുള്ള തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങും. വരുമാനത്തിലുള്ള തടസ്സം നീങ്ങുമ്പോൾ നമുക്ക് ബാധ്യത കുറയ്ക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യവും അറിയാം. ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്ന പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു 12 മാസമല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോഴുള്ള ബിസിനസ് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം നഷ്ടമില്ലാതെ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അല്പ വരുമാനം കൂടുതൽ വരുന്ന 12 മാസത്തിനകം ലഭിക്കുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള നമ്മൾ മാറ്റിവെച്ചിരുന്ന ചില കാര്യങ്ങളെങ്കിലും നടത്തിയെടുക്കുവാനും കഴിയും എന്നുള്ള കാര്യം അറിയാം. വിവാഹ കാര്യത്തിന് ഒരു മധ്യമകാലമായിരിക്കും വരുന്ന 12 മാസം. വിവാഹത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ജാതക പൊരുത്തം, സീനിയേഴ്സിൻ്റെ അഭിപ്രായം, അതായത് കുടുംബത്തിലെ കാരണവസ്ഥാനീയരുടെ അഭിപ്രായം നോക്കി മാത്രം മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾ അവരുടെ ഇൻ്റലക്ച്വൽ ഒരു കണ്ടൻറ്റൊക്കെ നോക്കിയതിന് ശേഷം പുതിയ കോഴ്സസ് ഹയർ എഡ്യൂക്കേഷന് നമ്മൾ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് പറ്റാത്ത കോഴ്സസ്, ഹെവി വർക്ക് ലോഡുള്ള കോഴ്സസ് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. കാരണം ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കുവാൻ അല്പം കഴിവ് കുറഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് തന്നെ. അതുകൊണ്ട് ഫോക്കസ് ഉണ്ടാകാനായിട്ട് നമ്മൾ യോഗധ്യാനം ശീലിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ശ്ലോകം 9 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. അപ്പോൾ ബുദ്ധിക്കൊരു തെളിച്ചം വരും. ഈ ബുദ്ധിക്ക് തെളിച്ചം വരിക എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമ്മൾ ജോലിയിലായാലും നമ്മുടെ ഡൊമസ്റ്റിക് ലൈഫിൽ, കുടുംബജീവിതത്തിലായാലും ഓഫീസ് ജീവിതത്തിലായാലും ഒക്കെ യുക്തമായിട്ടുള്ള സമയത്ത് യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ, വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ നമ്മുടെ വാക്കുകൾ അന്യരെ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് സരസ്വതി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ ആ റൈറ്റപ്പിനും ഒരു തെളിച്ചമുണ്ടാകും, ഒരു കോർഡിനേഷൻ, ഒരു ലോജിക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല ആപ്ലിക്കേഷൻസിനും ഒരു അക്സെപ്റ്റബിലിറ്റി വരും എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ വിവാഹ കാര്യത്തിനും മധ്യമം, കുടുംബത്തിൽ ചില ആഘോഷങ്ങളൊക്കെ നടക്കുവാൻ സാധ്യത ഏറെയുള്ള കാലമാണ്. മാതൃസ്ഥാനീയർക്ക്, അതായത് അമ്മയുടെ ബന്ധുക്കൾ, അവർക്കൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് ചന്ദ്രനെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചന്ദ്രന് തിങ്കളാഴ്ചകളിൽ കഴിയുമെങ്കിൽ ഒരു പുഷ്പാഞ്ജലി, മാസത്തിലൊരിക്കലെങ്കിലും ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം അറിയാം. അധിക പണച്ചെലവ് വരുന്ന ഒരു കാലമായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയും. വെഹിക്കിൾസിന് അല്ലെങ്കിൽ ഗൃഹത്തിന് തന്നെ ഒരു മെയിൻ്റനൻസൊക്കെ വേണ്ടി വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കുറച്ച് ചിലവൊക്കെ വരാം. ഇങ്ങനെയുള്ള എക്സ്പെൻസസ് മാനേജ് ചെയ്യുവാനായിട്ടും വരുമാനം വർദ്ധിപ്പിക്കുവാനായിട്ടും വരുമാനത്തിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ടും വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്തോളൂ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക, മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ദിവസവും ജപിച്ച് വെള്ളിയാഴ്ചകളിൽ 9 പ്രാവശ്യം ജപിക്കുക. വളരെ പ്രശസ്തമായിട്ടുള്ള സ്തോത്രമുണ്ട്, പ്രോഗ്രാമിൽ പറയാറുണ്ട്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ. ജപിച്ചോളൂ. മഹാലക്ഷ്മി സാമ്പത്തികമായിട്ടുള്ള സകല പ്രയാസങ്ങളും നീക്കുവാനുള്ളൊരു മാർഗം കാണിച്ചു തരും എന്ന് മാത്രമല്ല, ചിലവിൽ അനാവശ്യ ചിലവുകളിലൊരു നിയന്ത്രണം വരുത്തുവാനും ദേവി സഹായിക്കും. അങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദേവി നൽകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ 3/4 ഭാഗം. വ്യാഴൻ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണ് വന്നത് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അല്പം ഒരു
വ്യയദുരിതം ഒക്കെ വരാം എന്നുള്ളതാണ്. അപ്പോൾ അല്പം ഒരു ചിലവ് ഏറിയിരിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം, ഒരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതായത് ചിലവിലൊരു നിയന്ത്രണം വേണം. ആഡംബരങ്ങൾക്കായിട്ട് നമ്മൾ പണം ചിലവാക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ആഡംബരങ്ങൾക്ക് അല്പം എന്താ പറയുന്നത്, ഒന്ന് മാറ്റി വയ്ക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വയ്ക്കുക. കാരണം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അത്ര ഇൻ്റലിജൻ്റായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു കാലമല്ല എന്നുള്ള കാര്യം അറിയാം. വിദ്യാർത്ഥികളാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. വ്യാഴൻ്റെ ഈ സ്ഥിതി വെച്ച് അല്പം ഒരു ദൈവാധീനക്കുറവുകൊണ്ട് പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിനോദം കഴിയുന്നതും കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വിനോദം കുറച്ചുകൊണ്ട് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരാം. വെഹിക്കിൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും റൈഡ് ചെയ്യുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ മുറിവും പ്രയാസങ്ങളുടെയും ഒരു സൂചനയുണ്ട്. പ്രായമായവർ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. അതുപോലെ നമ്മൾ യാത്രകൾ അനിവാര്യമായി വരുവാൻ സാധ്യതയുള്ള കാലവും നമ്മുടെ ട്രാൻസ്ഫേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അത്ര അനുകൂലമല്ലാത്ത ഒരു പ്ലേസ്മെൻറ്റ്, അതായത് ജോലിയിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയോ പ്രൊമോഷൻ വഴിയോ ഒക്കെ ട്രാൻസ്ഫർ വരാം. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ജോലി സ്ഥലത്ത് വരുവാനും, എന്നാൽ ഇപ്പോഴുള്ള ജോലിയിൽ പ്രൈവറ്റ് സർവീസിലാണെങ്കിൽ ജോലി ഒന്ന് മാറിയാൽ എന്താ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. മാറുവാൻ പറ്റിയ ഒരു കാലമല്ല അടുത്ത 12 മാസം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ എന്നുള്ള കാര്യവും അറിയണം. അതുപോലെ വീട് വിൽപ്പന, വീട് വാങ്ങുക എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ സൈഡ് നന്നായിട്ട് നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുപോലെ വീട് വിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടുന്ന ഒരു സമയമല്ലാത്തതുകൊണ്ട് വീട് വിൽപ്പന അല്പം, അതായത് വസ്തു വിൽപ്പന അല്പം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. അത്രത്തോളം നേട്ടം അതിനകത്തുണ്ടാകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇങ്ങനെ മധ്യമകാലം പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തുവാനും അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുവാനും കഴിയുന്ന ഒരു സമയം തന്നെയാണ് വരുന്ന 12 മാസം. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയൊക്കെ പരിഹരിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥന അത്യാവശ്യമാണ്. ശ്രീകൃഷ്ണ പ്രീതി ധാരാളം മതിയാവുന്നതാണ്. പല പ്രയാസങ്ങളും വ്യക്തികളെ കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടും ഒക്കെ വരുവാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ചില വ്യക്തികളെ കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. കിഴക്ക് ദർശനമായിട്ട് സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കര കോടിതുല്യം എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. തടസ്സങ്ങളൊക്കെ സുദർശനം, മഹാവിഷ്ണുവിൻ്റെ സുദർശനം നീക്കിത്തരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പ്രാർത്ഥന നിരതമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ പരിഹൃതമാകും. അങ്ങനെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വ്യാഴൻ സർവാഭീഷ്ട സ്ഥാനത്ത് വരിക എന്നൊക്കെ പറയും. ലാഭസ്ഥാനത്ത് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്ന ഒരു വർഷമായിരിക്കും വരുന്ന 12 മാസം. അപ്പോൾ അതുകൊണ്ട് ഈ 12 മാസം വളരെ ഇൻ്റലിജൻ്റായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അടുത്ത 12 വർഷത്തേക്കുള്ള ഉയർച്ചയുടെ ഒരു ഫൗണ്ടേഷൻ ഈ വർഷം കൊടുക്കുവാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും എന്നുള്ളതിൽ സംശയമുണ്ട്. ഈ സമയത്ത് ജാതക പരിശോധന അത്യാവശ്യമാണ്. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശനി, രാഹു, കേതുക്കൾ ഇങ്ങനെയുള്ള ദശാപഹാരങ്ങളാണെങ്കിൽ പരിഹാരങ്ങൾ അനുഷ്ഠിച്ചു
മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ജാതകം ബേസിക് ഹൊറോസ്കോപ്പ് ഒന്ന് ബലപ്പെടുത്തണം, ദേവതാസ്ഥാനങ്ങളെ തൃപ്തിപ്പെടുത്തണം, പരദേവതയെ വണങ്ങണം, അത് ഏറ്റവും പ്രധാനം. പിതൃസ്ഥാനീയരെ നമ്മൾ തൃപ്തിപ്പെടുത്തുക, അതുപോലെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി ആ പിതൃക്കളെ നമ്മൾ സന്തോഷിപ്പിക്കുക. ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിവാഹ നിശ്ചയം, വിവാഹമൊക്കെ വരുവാൻ ഭാഗ്യമുള്ളൊരു കാലം തന്നെയാണ് വരുന്ന 12 മാസം. മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത പങ്കാളിയൊക്കെ വരുന്ന ഒരു കാലമാണ്. പ്രണയം മുതലായ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത ഒരു കാലമാണ്. അതായത് എല്ലാവരും പ്രണയിക്കുന്നുള്ള അർത്ഥമല്ല, പ്രണയ യോഗമുള്ള ജാതകർക്ക് പ്രണയം വന്നു ഭവിക്കാം. പ്രായവും പല പല കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് പ്രണയം വന്നു ഭവിക്കുവാനോ അതൊരു സൗഹൃദവും ആകാം. ഈ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലുള്ളൊരു പ്രണയത്തിൻ്റെ ഒരു തലം മാത്രമല്ല. ചില വ്യക്തികൾക്ക് സൗഹൃദം, ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ ആയിരിക്കും വരിക. ഈ പാർട്ട്ണർഷിപ്പ് സൗഹൃദം കൊണ്ട് ജീവിതത്തിലൊരു സിസ്റ്റമാറ്റിക് റൈസിനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. നമുക്ക് പ്രതികൂലമായിരുന്ന പല സാഹചര്യങ്ങളും അനുകൂലമായി വരുന്നതായി അനുഭവപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ചൊന്ന് അറിയേണ്ടുന്ന കാര്യം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് വളരെ പ്രധാനമാണ്. ബിസിനസ്സിൽ ഉയർച്ച ദൃശ്യമാകും. പുതിയ പാർട്ട്നേഴ്സോ ഗവൺമെൻറ് സാങ്ഷനോ ലൈസൻസോ ഒക്കെ ലഭിക്കുന്ന ഒരു കാലമാണ്. അൺഎക്സ്പെക്റ്റഡ് റൈസ്, വസ്തു വാങ്ങാനോ വിൽക്കുവാനോ കഴിയും. പുതിയ വീട്ടിലേക്ക് മാറുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പുതിയൊരു സ്ഥാനത്തേക്ക് ജോലി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പോകാനുള്ള ഭാഗ്യമുണ്ട്. നല്ലൊരു MNCയിൽ പ്ലേസ്മെൻറ്റ് ക്വാളിഫൈഡ് പീപ്പിളിന് ലഭിക്കുവാനുള്ള യോഗവും ഈ 12 മാസങ്ങളിൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അലേർട്ടായിട്ട് പുതിയ ജോബ്സിന് അപ്ലൈ ചെയ്യാം. ദൂരദേശം, വിദേശത്ത് നല്ലൊരു സ്ഥാനം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി സ്ഥാനീയർ, കുട്ടികൾക്ക് ഐശ്വര്യം വരാനുള്ള ഭാഗ്യമുണ്ട്. അവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാം. അതുപോലെ തന്നെ അവർക്ക് ജോലിയിൽ ഒരു പ്ലേസ്മെൻ്റ് ആകാം. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി വന്നു ചേരാം. ഇങ്ങനെയുള്ള പല അനുകൂല ഭാവങ്ങളും കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പൊതുവേ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള പല സൂചനകൾ തന്നെയാണ് കാണുന്നത്. എന്നാൽ ശനിയുടെ ഒരു സ്ഥാനം കൊണ്ട് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ, അത് വലിയ പ്രയാസങ്ങളായിട്ട് വരണം എന്നൊന്നുമില്ല. അതൊക്കെ പ്രാർത്ഥന കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ കർക്കിടക രാശിയിൽ ജനിച്ചവർ ആദ്യം ചെയ്യേണ്ട തടസ്സങ്ങൾ മാറ്റാനായി ഗണപതി പ്രീതി വരുത്തിക്കോളൂ. തിങ്കളാഴ്ച അടുത്ത പ്രധാന മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ അവിടെ ഒരു നാളികേരം നിവേദിക്കുക. ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ഈ രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക, അതും വളരെ പ്രധാനം. നേരത്തെ പറഞ്ഞതുപോലെ ഭദ്രാസ്ഥാനം, ദുർഗാസ്ഥാന ക്ഷേത്ര ദർശനം, അതായത് ചോറ്റാനിക്കരയൊക്കെ കൊടുങ്ങല്ലൂരൊക്കെ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണ്. പല അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലെയും തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങും. കല, സിനിമ, TV, സംഗീതം, നൃത്തം ഇങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് നെയിം ആൻഡ് ഫെയിം ഒക്കെ കിട്ടുന്ന കാലമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയിക്കോളൂ. ജീവിത വിജയം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വൈകാരികമായി അകൽച്ച വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നാം ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അവിടെയും സരസ്വതി പ്രീതി അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. തിങ്കളാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വ്യാഴൻ്റെ രാശിമാറ്റം പൂർണ്ണമായിട്ടും അങ്ങോട്ട് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. ശുക്രരാശിയിലേക്ക് വരികയാണ്. വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കില്ല. ശനിയുടെ ഒരു പ്രത്യേക സ്ഥിതി കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വരുന്ന 12 മാസം എന്ന് പറയുന്നത് അല്പം ഒന്ന് ശ്രദ്ധ വേണം. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അതായത് പണം ചിലവാക്കുന്നതിൽ ഒരു ഫുൾ കൺട്രോൾ, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ അത്യാവശ്യമാണ്. അനാവശ്യ ചിലവുകൾ കഴിയുന്നതും കുറയ്ക്കുക. ലക്ഷറി ട്രിപ്സ്, ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുക, ഇതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. കാരണം അല്പം പണം കരുതി വെക്കേണ്ട ഒരു കാലം കൂടിയാണ് എന്നുള്ള കാര്യം അറിയുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ടെൻഷൻസോ പ്രയാസങ്ങളോ വരുന്നത് കൊണ്ടുള്ള പണച്ചെലവ് വരാം എന്നുള്ളതുകൊണ്ട് അതിനും അല്പം ഒരു പണം കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും.
എന്നാൽ അവിചാരിതമായിട്ട് അല്പം പണം വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ രാശിക്കാർക്കുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഒക്കെ തരപ്പെടാനുള്ള ഒരു യോഗമുണ്ട്. എന്നാൽ ആദ്യം എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വന്ന് അപ്പോൾ അല്പം ടെൻഷനൊക്കെ ഉണ്ടായതിന് ശേഷമായിരിക്കും ഈ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ വലിയ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ നമുക്ക് അവസരം ലഭിച്ചാലും ഈ കാലം വരുന്ന 12 മാസം അത് അവെയിൽ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് അതൊരു ബാധ്യതയായി പരിണമിച്ചേക്കാം, അതിൻ്റെ ഒരു റീപേയ്മെൻറ്റ്. ഇങ്ങനെയുള്ള ശനി അത്ര അനുകൂലമല്ലാത്തൊരു കാലത്ത് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ പിന്നീട് തെറ്റിപ്പോയല്ലോ എന്ന് തോന്നാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും, പ്രത്യേകിച്ച് എമോഷണൽ ഡിസിഷൻ മേക്കിംഗ്, വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ, വിവാഹം മുതലായ കാര്യങ്ങൾ, കുടുംബസ്വത്തിൻ്റെ പാർട്ടിഷൻ അല്ലെങ്കിൽ കുടുംബസ്വത്തിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ പർച്ചേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി എക്സ്പീരിയൻസ് പീപ്പിൾ, അതായത് കാരണവസ്ഥാനീയർ, ആചാര്യസ്ഥാനീയർ, നമ്മുടെ ടീച്ചേഴ്സ്, ആ ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ, അവരുമൊക്കെ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഡിസ്കഷന് ശേഷം മാത്രം, സമയമെടുത്ത് മാത്രം തീരുമാനമെടുക്കുക. ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ വരുവാൻ സാധ്യതയേറെയുള്ളൊരു കാലമാണ്. പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക്, ആദ്യത്തെ രാശിക്കാർക്ക് ഇമ്പൾസീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു താല്പര്യമേറും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ഒരു റെസ്ട്രെയിൻറ്റ് വേണം. കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്ന ഈ രാശിയിൽ ജനിച്ച ഏതാണ്ട് 50% കൂടുതൽ ആൾക്കാരുടെയും ചില പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ്. എന്നാൽ 12-ൽ വ്യാഴം മുതലായിട്ടുള്ള അധിക പണച്ചെലവൊക്കെ ഉള്ളവർക്കും അനാവശ്യ ലോണും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർക്കൊരു പക്ഷേ ബാധ്യതകൾ കുറയ്ക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്ന് വരണം എന്നില്ല കഴിഞ്ഞ കാലം. അപ്പോൾ ഈ വരുന്ന 12 മാസം എന്ന് പറയുന്ന ഒരു ശ്രദ്ധയുടെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, ഒരു കോഷൻ എന്നൊക്കെ നമ്മൾ പറയാവുന്ന അതിൻ്റെ ഒരു കാലമാണ്. ജോലി സ്ഥലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസമോ ടെൻഷനോ ആ ഒരു കണ്ടൻമെൻറ്റ്, തൃപ്തിക്കുറവെന്ന് നമ്മൾ പറയുമല്ലോ, അതൊക്കെ വരാം. അപ്പോൾ ചിലർക്കൊക്കെ IT ഫീൽഡിലുള്ളവരൊക്കെ ജോലി അങ്ങോട്ട് മാറിയാലെന്ത് എന്നൊക്കെ തോന്നാം. ജോലിക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ജോലി മാറുന്ന കാര്യം പുതിയ ജോലിയുടെ സർവീസ് കണ്ടീഷൻസ്, അതിൻ്റെ പെർമനൻസി ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ ഒരുപക്ഷെ ഇവിടെയും അവിടെയും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താം എന്നുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. PSC ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ അതൊക്കെ എഴുതുന്നവർക്ക്, ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുന്നവർക്കുമൊക്കെ കാലം മധ്യമം മാത്രമാണ്. ഒരു സ്പെഷ്യൽ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൊണ്ട് വരുവാൻ കഴിയുകയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യക്കുറവ്, ശ്രദ്ധക്കുറവ് ഇവയൊക്കെ വരുന്ന ഒരു സമയമാണ്. കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ ടെൻഷൻസ് വരുന്ന ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് കൂട്ടുകെട്ടൊക്കെ കുറച്ച് പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞോളുക. ശനിപ്രീതി അത്യാവശ്യം വരുത്തേണ്ടുന്ന ഒരു കാലമാണ്. അത് ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി അവിടെ തെളിക്കാം എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. എള്ളുകൊണ്ടുള്ള പലഹാരം വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക, അവരുടെ തൃപ്തി വാങ്ങുക, അനുഗ്രഹം വാങ്ങുക. അതുകൊണ്ട് തന്നെ ശനിപ്രീതി ഉണ്ടാവും. അന്നദാനമാണ് ശനിയെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്നതെന്നാണ് പറയാറ്. അപ്പോൾ അല്പമൊക്കെ നമുക്ക് സാമ്പത്തിക നിലയുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ശനിയാഴ്ചകളിൽ അന്നദാനം കൊടുക്കാം എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ശനി സംപ്രീതനാവും. അങ്ങനെ ശനിയെ കൊണ്ടുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഒരു ഡിലേ, ഇപ്പോൾ നാളെ നടക്കുമെന്ന് വിചാരിക്കും, നടക്കില്ല. വിവാഹ കാര്യങ്ങളിലും ആകാം. ഇങ്ങോട്ട് വരുന്ന വിവാഹാലോചനയ്ക്ക് പിന്നെ മറുപടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനുണ്ട്. ഇതെന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണല്ലോ, എന്നിട്ടിപ്പോൾ മറുപടിയൊന്നുമില്ല, ഇപ്പോൾ എന്തായത് എന്നൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ശനിപ്രീതി വളരെയധികം സഹായിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഈ ശ്ലോകം ദിവസവും കിഴക്ക് ദർശനമായിട്ട് 9 പ്രാവശ്യം ജപിച്ചോളൂ. അത്ര അനുകൂലമല്ലാത്ത ഈ 12 മാസങ്ങൾ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അത്യാവശ്യത്തിനൊക്കെ ഈ പ്രാർത്ഥന കൊണ്ട് പണം എത്തിച്ചു തരും ഭഗവാൻ എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അതും ഈ ധർമ്മശാസ്ത്ര ശനിപ്രീതി കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെ ആ പ്രയാസങ്ങൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും. വാഹനം ഡ്രൈവ് ചെയ്യുക, റൈഡ് ചെയ്യുക,
ആ കാര്യങ്ങളിലൊരു പ്രത്യേകം ശ്രദ്ധ വേണം. യങ്സ്റ്റേഴ്സ് കഴിയുന്നതും ടൂ വീലേഴ്സൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ കുറയ്ക്കുക ഉപയോഗം. വരുന്ന 12 മാസങ്ങൾ നേരത്തെ പറഞ്ഞു, കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ പ്രാർത്ഥന കൊണ്ട് കുടുംബത്തിന് സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്തരം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വ്യാഴൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമുണ്ട് എന്നുള്ളതാണ്. അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴൻ വരിക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഭാഗ്യം കുറഞ്ഞിരുന്ന കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് ഭാഗ്യകാലം ക്രമേണ വരുന്നതായി അനുഭവപ്പെടും എന്നുള്ളതാണ് കന്നിരാശിക്കാരെക്കുറിച്ച് പറയുവാനുള്ളത്. എന്ന് വെച്ചാൽ ഒരു ദിവസം പ്രഭാതത്തിൽ ഭാഗ്യം എല്ലാം കൂടി ഇങ്ങോട്ട് വരും എന്നുള്ളതല്ല. ഭാഗ്യം വരുന്നതിനുള്ള ആ തടസ്സം അങ്ങനെ അങ്ങോട്ട് നീങ്ങുന്നതായി അനുഭവപ്പെടും. വരുന്ന 12 മാസത്തിനകം കഴിഞ്ഞ 12 മാസങ്ങളിൽ ഉണ്ടായിരുന്ന ചില പണച്ചെലവും ദുരിതങ്ങളുമൊക്കെ ക്രമേണ കുറയുന്നതായി അനുഭവപ്പെടും. കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന ഒരു ശൈഥില്യം, അകൽച്ചയൊക്കെ കുറയ്ക്കുവാൻ പറ്റിയ ഒരു കാലമാണ്. നമ്മുടെ ഒരു എഫേർട്ട് കൂടി വേണം എന്ന് മാത്രം. ജോലിയിലുണ്ടായിരുന്ന ഒരു അൺസർട്ടനിറ്റി, ഇൻസെക്യൂരിറ്റി, ജോലി ഇപ്പോൾ പോവോ, ചിലരുടെയൊക്കെ പോയിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു വർഷത്തിന്. അവർക്കൊക്കെ പുതിയൊരു ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യം വരുന്ന മാസങ്ങളിൽ ലഭിക്കാനുള്ള യോഗമുണ്ട് എന്നറിയുക. അതിനുവേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുക കൂടി വേണം. ആപ്ലിക്കേഷൻസൊക്കെ അയക്കുക, അലേർട്ടായിട്ടിരിക്കുക, ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുക, കോൾ ലെറ്റേഴ്സിനൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ അനുകൂലമായി റെസ്പോണ്ട് ചെയ്യുക. ഇതൊക്കെ കൊണ്ട് തരക്കേടില്ലാത്തൊരു ജോലി വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. പഴയ ബാധ്യത കൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചവർക്ക് അല്പം ഒരു ആശ്വാസം നൽകുന്ന രീതിയിലുള്ള വരുമാനത്തിലുള്ള ഒരു കൂടുതലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഗെയിൻസോ, അതായത് ലാഭമോ ഒക്കെ വരുന്നതുകൊണ്ട് അത് ഒരു പരിധി വരെ പരിഹൃതമാകും. ഹോം അപ്ലയൻസസ് വാങ്ങാനും പുതിയ വാഹനം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഭാഗ്യമുണ്ട്. വീട് പണിയെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ്, കുടുംബ സ്വത്തിലൊരു അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഒരു പാർട്ടീഷൻ നടക്കുക, അപ്പോൾ വസ്തു വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക, അത് നടപ്പിലാകുക, ഇതിനൊക്കെ ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ഈ രാശിനാഥൻ ബുധനാണ്. ബുധപ്രീതികരമായിട്ടുള്ള അവതാര വിഷ്ണുപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീരാമസ്വാമി ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശനം നടത്തിക്കോളൂ. ബുധനാഴ്ചകളിൽ, വ്യാഴാഴ്ചകളിൽ പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം ദിവസവും ജപിച്ചോളൂ. 9 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഈ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒരു 108 പ്രാവശ്യം കൂടി ജപിക്കാമെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആവർത്തിച്ചിട്ടുണ്ടായിരുന്ന പല പ്രയാസങ്ങളിലും ഒരു കുറവ്, ശമനം തന്നെ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ലഭിക്കും. വിവാഹകാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനവും കുടുംബസ്ഥയാകാൻ അല്ലെങ്കിൽ കുടുംബസ്ഥനാകാനുള്ള ഒരു സാഹചര്യവും സന്തതിയുടെ ജനനം കൊണ്ട് സന്തോഷവും ഒക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം അവതാര വിഷ്ണു ശ്രീകൃഷ്ണൻ ശ്രീരാമസ്വാമി ഒരു വഴിയുണ്ടാക്കി തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടുണ്ടായിരുന്ന ചെറിയൊരു പുരോഗതി, വലിയ പുരോഗതി, ഒരു സുപ്രഭാതത്തിലുണ്ടായ പുരോഗതിയല്ല, അല്പം ഒരു പുരോഗതി നിലനിർത്തുവാൻ കഴിയും എന്നുള്ളതാണ് ഈ വരുന്ന 12 മാസത്തിൻ്റെ ഒരു പ്രത്യേകത. ബുദ്ധിപൂർവമായിട്ടുള്ള മൂവ്സ് അത്യാവശ്യമാണ്. അല്പമൊക്കെ വരുമാന കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. ചെറിയൊരു വരുമാന മാർഗമൊക്കെ കഴിഞ്ഞ കാലത്ത് വന്നിട്ടുണ്ടായിരിക്കും. അതായത് ജോലിയില്ലാത്തവർക്ക്, അവർക്ക് ഒരു പ്ലേസ്മെൻറ്റ് അതിൽ തുടരുവാനുള്ള ഒരു യോഗം ഒക്കെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ അല്പം ഒരു ദൈവാധീനക്കുറവ് എല്ലാ കാര്യത്തിലും പ്രകടമാകും. അതായത് നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് വരണം എന്നില്ല എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ജോലിയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പെർമനൻസി വരാനൊക്കെയുള്ള ഒരു തടസ്സം അനുഭവപ്പെടുന്നതുകൊണ്ട് അതിലൊരു ടെൻഷൻ വരാം. ഈ ജോലി നിലനിൽക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വരാം. വിദേശത്തേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് അവിടെയും ജോലിയിലൊരു അൺസർട്ടനിറ്റി വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്.
പറയുകയാണ്, പ്രാർത്ഥന കൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ വ്യാഴപ്രീതികരമായിട്ടുള്ള വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാക്രമം സ്വീകരിക്കുക. അടുത്ത വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. എന്ന് മാത്രമല്ല, മഹാലക്ഷ്മിയെ പ്രത്യേകം, ഈ സാമ്പത്തിക പരാധീനത ഈ രാശിക്കാർക്ക് വളരെയധികം കാലമായിട്ടുണ്ട്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്പം ഒരു പുരോഗതി ദൃശ്യമായിട്ടുണ്ടാകും എന്ന് ഇവിടെ പറഞ്ഞു. അവർ മഹാലക്ഷ്മി പ്രാർത്ഥന സമർപ്പണ മനോഭാവത്തോടുകൂടി തുടരേണ്ട ഒരു വർഷമാണെന്ന് പ്രത്യേകിച്ചറിയുക. കാരണം പണം അധികമായിട്ട് ചിലവാക്കേണ്ട സാഹചര്യങ്ങൾ വരാം. പലപ്പോഴും അല്പം പണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിചാരിതമായിട്ട് ചിലവായി പോകുവാനോ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നുള്ളതുകൊണ്ട് ആവശ്യത്തിന് പണം വന്നു ചേരുവാനും തടസ്സങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ നീക്കുവാനുമായിട്ട് മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ എന്നുള്ളതാണ്. കിഴക്ക് ദർശനമായി ദിവസവും ജപിക്കുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നുള്ള മഹാലക്ഷ്മി സ്തോത്രം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല വരുന്ന 12 മാസം. വിവാഹ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഒക്കെ വേണം. നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം പൊരുത്ത പരിശോധനയൊക്കെ നന്നായി നടത്തിയതിന് ശേഷം മാത്രമേ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഇപ്പോൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് വിവാഹ കാര്യങ്ങളിൽ പിന്നീട് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ടെൻഷൻസ് കുറയ്ക്കുവാൻ കഴിയും എന്നുള്ള ബോധ്യത്തോടുകൂടി വേണം വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഈ പ്രാർത്ഥന മഹാലക്ഷ്മി പ്രീതി കൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ കുറയുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കുറച്ചു കാലമായി ആവർത്തിച്ചിരുന്ന പല തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങുന്നതായി അനുഭവപ്പെടും. മാസങ്ങൾ മുന്നോട്ട് പോകുന്തോറും, ഈ മെയ് മാസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും തടസ്സങ്ങൾ കുറയുന്നതായി അനുഭവപ്പെടും. വലിയൊരു ആശ്വാസം തന്നെ മനസ്സിനുണ്ടാകും. എല്ലാത്തിനും തടസ്സമായിരുന്നു, അതിപ്പോൾ ഒന്ന് കുറഞ്ഞും തോന്നുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ കഴിയും. അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാലമാണെന്നറിയാം. അല്പം ദൈവാധീനമുള്ളൊരു സമയമാണ് 7 വ്യാഴൻ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. അത് ജന്മരാശിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തടസ്സങ്ങൾ നീങ്ങുവാനും ബുദ്ധിക്കൊരു തെളിച്ചം വരാനുമുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ ശരിയാകുവാനുള്ള സാധ്യത ഏറെയാണ് ഈ കാലം. എന്നാൽ ബിസിനസ്സിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യുക അതൊക്കെ തൽക്കാലം വേണ്ട. കാരണം ശനി അത്ര അനുകൂല ഭാവത്തിലല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അധികം പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നത് അത്ര നന്നല്ല. എന്നാൽ ഇപ്പോഴുള്ള ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സം, ലാഭത്തിലെ കുറവ് അല്ലെങ്കിൽ നഷ്ടം ഒക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയും. വരുന്ന ചില മാസങ്ങൾക്കകം തന്നെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും എന്നുള്ളതാണ് ഈ വരുന്ന 12 മാസത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബേസിക് ഹോറോസ്കോപ്പിൽ ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷം ഒക്കെയുള്ള ഒരു സന്തതിഭാവത്തിനും പ്രയാസമുള്ളവരൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. എന്ന് മാത്രമല്ല, രാഹുപ്രീതി, സർപ്പപ്രീതി ഏറ്റവും വരുത്തേണ്ട ഒരു കാലമാണെന്ന് പറഞ്ഞിരിക്കുക. മഹാനാഗക്ഷേത്ര ദർശനം നടത്തുക. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാവ്, നാഗരമ്മൻ കോവിൽ മുതലായ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ഒരു 3 മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണ്. ഈ വരുന്ന 6 മാസത്തിനകം തന്നെ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് കൊണ്ട് വരുന്ന 12 മാസത്തിനകം തന്നെ പല കാര്യങ്ങളിലും കുടുംബത്തിലെ സുഖക്കുറവ് ഉൾപ്പെടെയുള്ള സന്തതി സ്ഥാനീയരുടെ ഉയർച്ചയിലുള്ള തടസ്സം, അതും സന്തതിയുടെ ജനനവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങളും ഒക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അലസതയൊക്കെ തന്നെയും മാറും. ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. നാഗരാജാവ് ഒരു വഴി കാണിച്ചു തരും. അപ്പോൾ ശ്രീ നാഗരാജ ഗായത്രി കൂടി ജപിക്കുക, ശ്രീ നാഗരാജ സ്തോത്രം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരും. സാമ്പത്തിക പ്രയാസങ്ങൾ കുറയും. കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന അകൽച്ചയൊക്കെ മാറ്റി ഊഷ്മളമായിട്ടുള്ള ഒരു അടുപ്പത്തോടുകൂടി മുന്നോട്ട് പോകുവാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് പല മാറ്റങ്ങളും ചിലതൊക്കെ അനുകൂലമായിട്ട് വന്ന് ഭവിച്ചിട്ടുണ്ടാവും. ജോലിയിലൊരു മാറ്റമോ കുറച്ചുകൂടെ സ്റ്റേബിളായിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ജോലിയിലൊരു സെക്യൂരിറ്റിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകാം. കഴിഞ്ഞ കാലത്ത് അതൊരു വളരെ അൺസർട്ടിനിറ്റിക്ക് ശേഷം, അതായത് വളരെ പ്രയാസങ്ങളും ടെൻഷൻസും ഒക്കെ അനുഭവിച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇക്കാലവും വരുന്ന ചില മാസങ്ങൾക്കകം തന്നെ ജോലിയിൽ ചെറിയ ഒരു ഉയർച്ചയൊക്കെ വരാം. അതിനും ചില ടെൻഷൻസിന് കാരണം വ്യാഴൻ അത്ര ശുഭകരമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കല്ല മാറിയിട്ടുള്ളത്. പഞ്ചമത്തിൽ നിന്നും 6ലേക്കാണ് മാറിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും. ടെൻഷൻസ്, ദൈവാധീന കുറവ് കൊണ്ട് വരുന്ന ചില ടെൻഷൻസൊക്കെ ഉണ്ടാവും. ആദ്യം ഒരു സൂചന കാണിച്ചിട്ട് പിന്നെ അതിലൊക്കെ ഒരു ഡിലേ, ആ ഡിലേ കഴിഞ്ഞതിന് ശേഷം എല്ലാ നേട്ടങ്ങളും വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കാരണം ശനി അനുകൂല ഭാവത്തിലുണ്ട്. അത്ര അങ്ങോട്ട് ആ പ്രതികൂലമായിരുന്ന ഒരു കാലമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ശനിയുടെ ഒരു അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുവാനും ജോലിയിലൊരു സ്റ്റെബിലിറ്റി വരാനും ദൂരദേശത്തോ വിദേശത്തോ ഒക്കെ ജോലി വന്നു ചേരാനും വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകുവാനും, പ്രത്യേകിച്ച് ജാതകത്തിലെ ദശാപഹാരങ്ങൾ ശുക്രൻ, ചന്ദ്രൻ, വ്യാഴൻ്റെയൊക്കെ ദശാപഹാരങ്ങളാണെങ്കിൽ വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനും പ്രണയം വിവാഹത്തിലെത്തുവാനുമൊക്കെയുള്ള ഭാഗ്യം കാണുന്നു. ഒരു ഓപ്റ്റിമിസം കൂടുതലുണ്ടാവും, ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ചെറിയ കച്ചവടം, ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതൊന്ന് വിപുലീകരിക്കുവാനും കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. വാഹനം വാങ്ങുന്നത്, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഈ കാലം വാങ്ങുന്നത് അത്ര ശുഭകരമല്ല. അതുപോലെ പഴയ വീടോ ഒക്കെ നമ്മൾ വാങ്ങുന്നതും വളരെ ശ്രദ്ധയോടുകൂടി വേണം. അത് പിന്നീട് ഒരു ബാധ്യതയായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പർച്ചേസൊക്കെ കഴിയുന്നതും ഇക്കാലം ഒഴിവാക്കുക. അത് വാങ്ങുകയാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വാങ്ങണം. വസ്തുവൊക്കെ വാങ്ങുമ്പോൾ ലീഗൽ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം വാങ്ങുക. കാരണം പ്രയാസങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്, അബദ്ധങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. പുതിയ പ്രണയം എന്ന് വെച്ചാൽ നമ്മൾ പ്രണയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള കാലമല്ല വരുന്ന 12 മാസം. ഒരു റോങ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരും. അത് വിദ്യാർത്ഥികളുടെ ചെറിയ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളിലാണ് അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കഴിയുന്നതും ഈ വർഷം ഒഴിവാക്കി പഠന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദൂരദേശത്ത് വിദേശത്തൊക്കെ പഠനത്തിനുള്ള ഒരു യോഗമുണ്ട്. ഇതിനു വേണ്ടി പണം ചെലവാക്കുവാൻ പറ്റിയ സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ചകളിൽ, അത് വളരെ നല്ലതാണ്. അവിടെ താമരപ്പൂവൊക്കെ സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. വിഷ്ണു സ്തോത്രം, ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കും എന്ന് മാത്രമല്ല അനുഗ്രഹവർഷം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പഞ്ചമത്തിലേക്ക് വ്യാഴൻ വരുന്നു എന്ന് പറയും. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ ഭാഗ്യമുള്ള ഒരു കാലത്തിൻ്റെ ആരംഭമാണ് എന്നുള്ള കാര്യം അറിയുക. പ്രത്യേകിച്ച് 7ര ശനിയുടെ പ്രയാസങ്ങൾ മാറിയിട്ടില്ല, അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയുക. അതുകൊണ്ട് രോഗദുരിതങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ അല്പം ഒന്ന് നമുക്ക് ലഘൂകരിക്കുവാൻ സാധിക്കും. ഒരു പ്ലാൻഡായിട്ടുള്ള മുന്നോട്ട് പോക്കുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീക്കുവാൻ കഴിയും. വരുമാന വർധനവുണ്ടാവും. ഏജൻസി ബിസിനസ്, മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള ബിസിനസ്സൊക്കെ, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ് ഉൾപ്പെടെയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് പഴയ കാലത്ത് ആ ഡിപ്രഷനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഊർജ്ജസ്വലതയോടുകൂടി എനർജറ്റിക്കായിട്ട് മുന്നോട്ട് പോവുക. ഊർജ്ജസ്വലത ലഭിക്കുവാനായിട്ടുള്ള പ്രാർത്ഥന, ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ എള്ളുതിരി തെളിക്കുക. അടുത്ത ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ. അവിടെ ഗണപതി ഉണ്ടെങ്കിൽ ഗണപതിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഗണപതിക്കൊരു നാളികേരം നിവേദിക്കാം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ശനിയാഴ്ചകളിൽ മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും അഗതിക്ക് അന്നദാനം കൂടി നടത്താം എന്നുണ്ടെങ്കിൽ ശനിപ്രീതി പൂർണ്ണമായി. അപ്പം അതുകൊണ്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്ന ആ ഒരു കർമ്മബാധ്യതകളൊക്കെ അങ്ങോട്ട് കുറയുന്നതായിട്ട് അനുഭവപ്പെടും. മനസ്സിനൊരു സന്തോഷം വരും. ആരോഗ്യപരമായിട്ട് അല്പം കൂടി ഒന്ന് മെച്ചപ്പെടുവാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പഠനത്തിലൊരു ഫോക്കസ് വരും. അതുകൊണ്ട് ഈ സമയമാണ് പഠന കാര്യങ്ങൾ, ഹയർ എഡ്യൂക്കേഷനൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള മൂവ് നടത്തേണ്ടത്. മെഡിക്കൽ, എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ് പ്രൊഫഷൻസിലൊക്കെ കാര്യമായിട്ടുള്ള
പുരോഗതി ദൃശ്യമാകും. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നല്ല കോഴ്സസിന് നല്ല കോളേജസിൽ അഡ്മിഷൻ ലഭിക്കുവാനുള്ളൊരു യോഗവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പ്രത്യേകിച്ചുള്ള പ്രാർത്ഥനകൾ അത്യാവശ്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ശനിപ്രീതികരമായിട്ടുള്ള പ്രാർത്ഥന നേട്ടങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് പരദേവതാ പ്രീതി, പരദേവതാ സ്ഥാനത്തൊക്കെ മാസം തോറും ജന്മനാളിന് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ശനി അത്രത്തോളം അനുകൂലമായിട്ടുള്ള ഒരു രാശിയിലല്ല. ശനി ജന്മരാശി എന്ന് പറയും. ജന്മശനിക്കാലമാണ്. ജന്മശനിക്കാലത്ത് എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷമായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മന്ദനാണ് ശനി നമ്മൾ പറയുക, എല്ലാ കാര്യത്തിലും ഒരു സ്ലോയിങ് ഡൗൺ വരുന്നതായി അനുഭവപ്പെടും. ബിസിനസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ അങ്ങോട്ട് ശരിയായി വരണമെന്നില്ല. ഒരു ബില്ല് മാറാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിന്ന് വരാം. പല കാര്യങ്ങളിലും ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ റെസ്പോൺസ് ഉണ്ടാവില്ല, ചിലപ്പോൾ റിജക്ഷൻ വരാം. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ശ്രമം മാറ്റിവെക്കരുത്, നിർത്തലാകരുത് എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ശനിയുടെ ഒരു കാലം വരുമ്പോൾ നമ്മുടെ എത്രത്തോളം ശ്രമമുണ്ടോ അത്രത്തോളം മെച്ചമായിട്ടുള്ള റിസൾട്ട് വരും എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്. വ്യാഴൻ അത്ര നല്ലൊരു സ്ഥാനത്തേക്കല്ല ഇപ്പോൾ അതിന് വ്യാഴൻ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവാധീനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള അധികം പണം മുടക്കുന്ന ഒരു കാര്യങ്ങളിലും ചെന്ന് പെടരുത് എന്നുള്ളതാണ്. അതായത് ഷെയർ മാർക്കറ്റ്, ഷെയർ ട്രേഡിംഗ് ഒക്കെ ഉള്ളവർ അതൊക്കെ ഒരു ലോ പ്രൊഫൈലിൽ മുന്നോട്ട് കൊണ്ടുപോവുക. വസ്തു വാങ്ങുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. ഒരു 12 മാസത്തേക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വസ്തു വിൽപ്പന ലാഭത്തിലാകുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായതുകൊണ്ട് അത് മാറ്റിവെക്കുവാൻ കഴിയുമെങ്കിൽ മാറ്റിവെക്കുക. ഇപ്പോൾ നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വസ്തു വിൽപ്പന അങ്ങോട്ട് മുന്നോട്ട് പോകും. അതിൽ അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ശരീരത്തിന് ക്ഷീണം, എപ്പോഴും കിടക്കാനുള്ളൊരു ടെൻഡൻസി, പഠനകാര്യങ്ങളിൽ താല്പര്യക്കുറവ് ഇവ വരുന്നൊരു സമയമാണ്. കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം. അത് യങ്സ്റ്റേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും. നമ്മുടെ സൗഹൃദം നമുക്ക് ബാധ്യതയായി തീരുന്ന ചില മാസങ്ങളാണ് ഈ വരുന്നത് എന്നറിയുക. അതുകൊണ്ട് സൗഹൃദം, ഈ ഷുവറിറ്റി നിൽക്കുക, ജാമ്യം നിൽക്കുക എന്നൊക്കെ പറയില്ല, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അത് ആരായാലും ശരി നമ്മൾ ഒഴിവാക്കുക. പണം കൊടുക്കുന്നതും അതുപോലെ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഹൈ പൊസിഷൻസിലിരിക്കുന്നവരൊക്കെ ഒരു സിഗ്നേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഡിസിഷൻ മേക്കിങ്സിലൊക്കെ തെറ്റ് പറ്റാൻ സാധ്യതയുള്ള കാലമായതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം, അത്രയേ ഉള്ളൂ. നമ്മളൊരു കോഷൻ ഉണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പണ്ട് ആൾക്കാർ എഴുതി വയ്ക്കും. അതിലൊരു തീരുമാനം കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം, നോട്ട് ചെയ്തിട്ട് പിന്നീട് ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് തോട്ടിന് ശേഷം മാത്രം ഡിസിഷൻ മേക്കിംഗ് നടത്തുക. പ്രണയത്തിനൊട്ടും നല്ലൊരു സമയമല്ല. പ്രണയം ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ആ ഇഷ്ടത്തിനൊരു പോസ്റ്റ്പോൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത് വിവാഹത്തിലെത്താനുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളതാണ്. കാരണം റോങ് ഡിസിഷൻ മേക്കിംഗ് വരുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. നമുക്ക് ചേരാത്ത ബന്ധങ്ങൾ ചേരുന്നതായി അനുഭവപ്പെടാം. നമുക്ക് ചേരാത്ത ബിസിനസ് നമുക്ക് ചേരുന്നതായി തോന്നി നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള റോങ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ഒരു സമയമാണ്. വിനോദം കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിനോദം കുറച്ച് എഡ്യൂക്കേഷനിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ട്യൂഷൻ സപ്പോർട്ടോ ഒക്കെ വേണം. ഈ കുട്ടികളുടെ, ഈ രാശിയിൽ ജനിച്ച കുട്ടികളുടെ പാരൻസൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ പഠന കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം. ട്യൂഷൻ വേണ്ടവർക്കും കോച്ചിങ് വേണ്ടവർക്കും അത് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാലമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, പ്ലാൻഡ് ആയിട്ട് ടൈം ടേബിൾ തയ്യാറാക്കി അതിൻ്റെ നോട്ട്സ് എഴുതി വേണം. അതായത് ടൈം ടേബിൾ പ്രകാരം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ പോർഷൻ എന്നൊക്കെ നോട്ട്സ്, പ്ലാൻഡായിട്ടുള്ള നോട്ട്സ് എഴുതി വേണം മുന്നോട്ട് പോകേണ്ടത്. കാരണം ഈ സമയത്ത് പഠനത്തിലൊരു ലേസിനെസ്, ഒരു ലാക്ക് ഓഫ് ഫോക്കസ്, നമ്മൾ ആ ഫോക്കസ് നഷ്ടപ്പെടുക എന്ന് പറയുമല്ലോ, അതൊക്കെ വരുന്ന ഒരു സമയമാണെന്ന് മുൻകൂട്ടി അറിഞ്ഞ് നമ്മൾ പ്ലാൻഡായിട്ട് പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച വരും. വിദേശത്ത് പോകാനും മറ്റും ജോലിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പണം മുടക്കുന്നത് നല്ലതല്ല. ആ പണം മുടക്കിയാൽ അതിന് പ്രയോജനം പൂർണ്ണമായിട്ടുണ്ടാകണമെന്നില്ല. പ്രാർത്ഥന കൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനിയാഴ്ചകളിൽ മത്സ്യ മാംസാദി
ആഘോഷാദികൾ ഒഴിവാക്കി ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ 48 മിനിറ്റ് ഒരു മുഹൂർത്തകാലം നിന്ന് ധർമ്മശാസ്ത്ര സ്തോത്രം ജപിക്കേണ്ടത് അത്യാവശ്യം. ദിവസവും ധർമ്മശാസ്ത്ര സ്തോത്രം ജപിച്ചോളൂ. ഊർജ്ജസ്വലത കുറയുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ഓപ്റ്റിമിസം കുറയാം. ഓപ്റ്റിമിസം വരാനും ഊർജ്ജസ്വലത പൂർണ്ണമായിട്ട് ലഭിച്ച് ആ ഒരു ഡ്രൈവോടുകൂടി മുന്നോട്ട് പോകുവാനും ആദിത്യഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ആദിത്യഹൃദയ സ്തോത്ര ജപം കൊണ്ട് ഊർജ്ജസ്വലത കൈവരും. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാദിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. ഈ സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് സൂര്യൻ ഉദിച്ച ശേഷം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യവും കുടുംബത്തിന് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. മീനം രാശി, പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അത് കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം, പുതിയൊരു വാഹനം വന്നു ചേരാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ പഴയ വാഹനം എക്സ്ചേഞ്ച് ചെയ്തൊരു പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം, വസ്തുവിൻ്റെ വിൽപ്പന. കുറച്ചു കാലമായിട്ട് ഉള്ള സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുന്ന മാസങ്ങളാണ് വരുന്ന 3-4 മാസങ്ങൾ. വസ്തുവിൻ്റെ വിൽപ്പനയോ അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് നടക്കുന്ന ഒരു കാലമാണ്. എന്നാൽ അതിലും വ്യാഴൻ അത്ര ശുഭസ്ഥാനമാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ തീരുമാനങ്ങളിൽ ഒരു സെക്കൻഡ് തോട്ടും ശ്രദ്ധയും വേണം. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്നുള്ള ഒരു പ്രായം കടന്നവരൊക്കെ രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഒക്കെ വരാം, അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ് ഒക്കെ വരുന്ന ഒരു കാലമാണ്. അതിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. പ്രത്യേകിച്ച് പവർ ആൻഡ് അതോറിറ്റി ഉള്ളവരും കുറച്ച് പ്രശസ്തിയുള്ളവരുമൊക്കെ കോൺട്രവേഴ്സീസിലൊക്കെ കഴിയുന്നതും ഇടപെടാണ്ടിരിക്കുക. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ വളരെ ലിമിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് രാത്രികാല പാർട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, രാത്രികാല സഞ്ചാരം, ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആൻഡ് റൈഡിങ്, ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ജോലി മാറുന്നതിന് സാഹചര്യം വരും. എന്നാൽ ജോലി മാറുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. പ്രത്യേകിച്ച് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, MNCയിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ജോലി വിടാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. പക്ഷേ പുതിയൊരു ജോലി കിട്ടാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടിയേക്കാം. എന്ന് മാത്രമല്ല, പുതിയ ജോലിയിൽ ചിലപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അങ്ങോട്ട് ശരിയാകണമെന്നില്ല. അവിടുത്തെ സർവീസ് കണ്ടീഷൻസൊക്കെ നമുക്ക് അത്ര അനുകൂലമായി വന്ന് ഭവിക്കണം എന്നില്ല എന്നുള്ളതുകൊണ്ട് ജോലി മാറുന്നതിലുമൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. ആഹാരം, പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഒന്ന് കുറച്ചോളൂ. മെഡിസിൻസിൻ്റെ ഇൻടേക്കിലൊക്കെ ഒരുപക്ഷെ അലർജി അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് സർപ്പപ്രീതി അത്യാവശ്യമാണ്. പാമ്പുമേക്കാവ്, മണ്ണാറശാല, വെട്ടിക്കോട്, നാഗരമ്മൻ കോവിൽ, ആമേട മുതലായ മഹാക്ഷേത്രങ്ങളൊക്കെ, നാഗക്ഷേത്രങ്ങൾ ദർശിച്ച് അവിടെ ഒരു 3 മുഹൂർത്തകാലം, ഒരു മുഹൂർത്തകാലം 48 മിനിറ്റാണ്, റഫ്ലി ഒരു 3 hours ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ എല്ലാ 3 മാസത്തിലൊരിക്കലും അവിടെ ദർശനം നടത്തി നിന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാ തീരുമാനങ്ങളിലും നമ്മളൊരു ക്ലിയർ തോട്ട് പ്രോസസ്സ് വരും, ഡിസിഷൻ മേക്കിംഗ് കറക്റ്റായിട്ട് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ കാലം വരുന്ന 12 മാസം എന്ന് പറയുന്നത് ഇമ്പൾസീവായിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കാം. വൈകാരികമായിട്ട് ഒന്ന് എക്സൈറ്റഡ് ആയിട്ട് ചിലപ്പോൾ എടുത്തിയാടിയുള്ള തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ നാഗക്ഷേത്ര ദർശനവും നാഗരാജ സ്തോത്രം ദിവസവും ജപിക്കുന്നത് കൊണ്ടും ശ്രീ നാഗരാജ ഗായത്രി ജപിക്കുന്നത് കൊണ്ടും പ്രയാസങ്ങൾ പൂർണ്ണമായി നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഇത് 12 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. എല്ലാ കാര്യങ്ങളിലും ഒരു തെളിച്ചം എന്ന് മാത്രമല്ല ഊർജ്ജസ്വലത വരും. നാഗരാജാവ് നാഗചൈതന്യം ശരീരത്തിലേക്ക്, സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശരിയായിട്ടുള്ള വഴിയിലൂടെ തന്നെ നമുക്ക് നീങ്ങുവാനുള്ള ഒരു സഹായം നാഗചൈതന്യം കൊണ്ട് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.
12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും വരുന്ന 12 മാസങ്ങളിലെ സാധ്യതകളാണ് ഇവിടെ പറഞ്ഞത്. പ്രാർത്ഥനയ്ക്കാണ് ഇവിടെയും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. വ്യാഴൻ്റെ ആ മാറ്റം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കുള്ള ആ ഒരു മാറ്റം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ ഒരു വിശകലനമാണ് ഇവിടെ നൽകിയത്. അത് അടിസ്ഥാന ജാതകം ബേസിക് ഹൊറോസ്കോപ്പിൻ്റെ ആ ശക്തി, ബലം അല്ലെങ്കിൽ ബലമില്ലായ്മ അനുസരിച്ചിട്ടായിരിക്കും അനുഭവേദ്യമാകുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഉദാഹരണത്തിന് ജാതകത്തിൽ 9ാം ഭാവത്തിൽ വ്യാഴം സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വ്യാഴം ദുസ്ഥാനമായിട്ടുള്ള 12-ലായാലും 6-ലായാലും വന്നാൽ അതിൻ്റെ ദോഷഫലങ്ങളൊന്നും അനുഭവേദ്യമാകില്ല. കാരണം വ്യാഴന് ബലമുണ്ട്. അതുപോലെ തന്നെ ബലക്കുറവ് വ്യാഴന് ഉണ്ട് ജാതകത്തിലെങ്കിൽ നമുക്ക് ലാഭസ്ഥാനത്ത് വ്യാഴൻ വന്നാലും ഭാഗ്യസ്ഥാനത്ത് വ്യാഴൻ വന്നാലും അതിലെ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ അനുഭവേദ്യമാകണം എന്നില്ല. അതുകൊണ്ട് ജാതക പരിശോധന അത്യാവശ്യം വേണം. ഒരു പ്രാവശ്യമെങ്കിലും ജാതകം പരിശോധിച്ച് അതിലെ ദശാപഹാരങ്ങൾ കണ്ട് ഭാഗ്യസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും ഒക്കെ ബലമൊന്ന് നിർണ്ണയിച്ച് അതിനനുസരിച്ചുള്ള പരിഹാരം കൂടി അനുഷ്ഠിക്കുന്നത് കൊണ്ട് അനുകൂലമായിട്ടുള്ള വ്യാഴൻ്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളൊക്കെ തടസ്സമില്ലാതെ തന്നെ വന്നു ചേരും എന്ന് മാത്രമല്ല, അനുകൂലമല്ലാത്ത ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്നു ഭവിക്കുകയും ചെയ്യും പരിഹാരം കൊണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കുക. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായിരിക്കട്ടെ വരുന്ന 12 മാസം. അതിനായി ദൈവാധീനം വന്നു ചേരുവാൻ ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴനെ എപ്പോഴും പ്രാർത്ഥിക്കുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഓം ബൃഹസ്പതേ നമഃ. ഇങ്ങനെ വ്യാഴപ്രീതി വരുത്തുക, വിഷ്ണുപ്രീതി വരുത്തുക, ശ്രീകൃഷ്ണപ്രീതി, അവതാര വിഷ്ണുപ്രീതി, ശ്രീരാമപ്രീതി വരുത്തുക. എല്ലാ ഐശ്വര്യങ്ങളും വരുന്നുള്ളതിൽ സന്തോഷമായിട്ടിരിക്കുക. പൂർണ്ണ വിശ്വാസത്തോടുകൂടി സമർപ്പണത്തോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.